നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണണം. അടിപൊളി വീഡിയോ ആണ്. ഇതിൻ്റെ അവസാനത്തെ നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, അത് നിങ്ങൾ കാണാതെ പോരുത്. സംഘപരിവാറിനും കാസയ്ക്കും വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരമ ഊളയുണ്ടല്ലോ, ഞരമ്പൊക്കെ മുറുകി കണ്ണൊക്കെ പുറത്തേക്ക് തള്ളുന്ന ഒരു ക്ഷുദ്രജീവിയില്ലേ. സത്യത്തിൽ ഇവൻ്റെ ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവർ ഞെട്ടി വിറച്ചു പോകും. കാരണം അതുപോലത്തെ വികൃതികളൊക്കെയാണ് ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഈ വേട്ടാവളിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഉള്ളിസുര ഉണ്ടല്ലോ, നമ്മുടെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ പോവാണ്. ഇത്തവണ MLA ആയിട്ട് അവിടുന്ന് ജയിച്ചു വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഈ വേട്ടാവളിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ജിഹാദികളുടെ ഒരു പേടി സ്വപ്നമാണ് ഉള്ളിച്ചേട്ടൻ. എടാ പരമ ഊളെ, നീയല്ല, നിന്റെ അപ്പുറത്തവനല്ല, ഇനി അവനെക്കാട്ടിൽ വലിയവൻ വന്നാലും കേരളത്തിലെ മുസ്ലിങ്ങളുണ്ടല്ലോ, ഈ സംഘപരിവാർ വേട്ടാവളിയന്മാരെ കണ്ട് പേടിക്കത്തൊന്നുമില്ല. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എടപ്പാള് തുണിയും കോണാനും ഇല്ലാതെ ഈ ഊളകളൊക്കെ എഴുതിട്ട് ഓടുന്നത്. സംഘപരിവാർ സെപ്റ്റി ടാങ്കിൽ നിന്ന് തരുന്ന അമേദ്യം വാങ്ങി അമൃതാണെന്നും പറഞ്ഞ് വിഴിഞ്ഞിട്ട് നിന്റെ ആ രണ്ട് കൈയും തിരികെ അവിടെ വെച്ചിട്ട് മിണ്ടാതിരുന്നോണം. നീ കൂടുതലായിട്ടും മസിൽ പിടിച്ച് ബലം പിടിച്ച എൻ്റെ പൊന്നുമോനെ, നിന്റെ ഞരമ്പ് വലിഞ്ഞു മുറുകി പൊട്ടി നീ പണ്ടാരം അടങ്ങിപ്പോ. അതുകൊണ്ട് നീ ഇത്രയും വലിയ കട്ടിയായിട്ടൊന്നും അങ്ങോട്ട് ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവന്റെ കുടുംബത്തിലേക്ക് വന്നു കയറിയ ഒരുത്തരുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. ഇവന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇവന്റെ സ്വഭാവം എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ആ വേട്ടാവളിയിൽ വന്നിട്ട് ഇവന്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് പോയത്. ആ പോങ്ങടെ കല്യാണം നടക്കുന്ന സമയത്തും ഇവൻ ഇവിടുത്തെ ഇസ്ലാമിന്റെ നെഞ്ചത്തോട്ട് കയറി. കാരണം മുസ്ലിങ്ങളെല്ലാം ജിഹാദികൾ എന്നാണ് ഈ നായിന്റെ മോൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവനും ഒരു ജിഹാദിയാണ്. ആ ജിഹാദിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹറാത്തിലുണ്ടായ ഒരു നായയാണ് ഇവനെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. ഞാൻ നോമ്പായതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ അങ്ങോട്ട് വിടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വേട്ടാവളിയൻ പറയുന്നൊന്ന് കേട്ടിട്ട് ഈ പേടി സ്വപ്നം എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ളിച്ചേട്ടൻ, ബീഫ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉള്ളിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ബീഫ് മാത്രം എടുത്ത് തിന്നുന്ന ഉള്ളിച്ചേട്ടനാ ഇവിടുത്തെ ജിഹാദികൾക്ക് പേടിയാണ് പോലും. അപ്പോൾ ഈ ഉള്ളിച്ചേട്ടൻ കുറേ കാലമായിട്ട് ഇവിടുത്തെ ഹലാൽ ഫുഡിനെ കുറിച്ചിട്ടും ഈ തുപ്പൽ ഫുഡിനെ കുറിച്ചിട്ടൊക്കെ ഘോരം പ്രസംഗിച്ച് നടന്ന ഒരു വേട്ടാവളിയനും കൂടെ ആണല്ലോ. അപ്പൊ നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്ന മറുപടിയില്ലേ, ആഹാ സുഖം അത് കേട്ടോണ്ടിരിക്കാൻ. കണ്ടോളൂ. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കേരളത്തിലെ ജിഹാദികൾക്ക് ഏറ്റവും പേടിയുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് കെ സുരേന്ദ്രനാണ്. അതൊരു തർക്കമില്ലാത്ത വിഷയമാണ്. കാരണം എന്താ, കെ സുരേന്ദ്രൻ ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വിജയിക്കാൻ പോകുന്നു എന്ന് കേരളത്തിലെ ജിഹാദികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതിനവർ കെ സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്ത് കളത്തിലിറങ്ങി കഴിഞ്ഞു. നമുക്കറിയാം, ഇതിനോടകം തന്നെ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ പ്രചരണങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് എത്തിക്കഴിഞ്ഞു. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര പോരാളി തന്നെയാണ്. അദ്ദേഹം വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ MLA ആയിട്ട് രംഗത്ത് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഇതൊന്നും വെറുതെ അങ്ങനെ വിളിച്ചു പറയുന്നതല്ല. മഞ്ചേശ്വരത്തെ ഇത്തവണത്തെ പൾസ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പ്രത്യേകം ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടതാണ്. 2016 നിയമസഭാ ഇലക്ഷനിൽ വെറും 89 വോട്ടിന് മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടിട്ടുള്ളത്. പിന്നീടും അദ്ദേഹം കൃത്യമായിട്ട് മഞ്ചേശ്വരത്തെ സാധാരണക്കാരുമായിട്ട് വലിയ വ്യക്തിബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, ലോകം യുദ്ധഭീതിയിലൊക്കെ നിൽക്കുന്ന ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ പറയുന്ന മഞ്ചേശ്വരം ഭാഗം, ഈ പറയുന്ന കാസർഗോഡ്, നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ലോകം യുദ്ധഭീതിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ആവശ്യവുമില്ലാതെ അലി ഖമേനിയെ പോലെയുള്ള ജിഹാദികളെ പിന്തുണച്ച് ഒരുപാട് ആളുകൾ പരസ്യമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അവർക്ക് ഫ്ലെക്സ് ബോർഡുകൾ പോലും അടിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. ഇത്തരം ആളുകളെയൊക്കെ തന്നെ ഒന്ന് ഒതുക്കണമെങ്കിൽ BJP ഇവിടെ കുറച്ച് സീറ്റുകളിൽ വിജയിച്ചേ പറ്റൂ. അതിൽ ഏറ്റവും ഉറപ്പുള്ള ഒരു സീറ്റ് എന്ന് പറയുന്നത് മഞ്ചേശ്വരം സീറ്റ് തന്നെയാണ്. ഈ കെ സുരേന്ദ്രനെതിരെ ജിഹാദികള് ആക്രമണം നടത്തി തുടങ്ങിയെന്ന് പറയുന്നത് വെറുതെ അല്ല. അതിന്റെയും കുറച്ച് തെളിവുകൾ നമുക്ക് മുന്നോട്ട് വെക്കാം. ഈ മഞ്ചേശ്വരം സീറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാര് മതഭേദമന്യേ കെ സുരേന്ദ്രനെ വലിയ രീതിയിൽ ഹൃദയത്തിലെത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന്റെ എത്രത്തോളം സ്വീകാര്യനായിട്ടാണ് അദ്ദേഹത്തെ സാധാരണക്കാര് സ്വീകരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ജിഹാദികൾ കുരുപൊട്ടി അലമുറയിട്ട് ഈ രംഗത്തെത്തിയിട്ടുണ്ട്. അലമുറയിട്ട് ഇത് വെറുതെ ഒന്നല്ല. അലമുറയിട്ടതിനെ കുറിച്ച് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം. വെറുതെ അല്ല ഇവരാരും അലമുറയിട്ട് രംഗത്തെത്തുന്നത്. കെ സുരേന്ദ്രൻ എന്ന പോരാളി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞവർ കേരളത്തിൽ ആദ്യം തിരിച്ചറിഞ്ഞത് ജിഹാദികളാ. എടാ നാണം കെട്ട നായി, ഈ തുപ്പലും പറഞ്ഞു നടന്ന ഈ വേട്ടാവളിയൻ ഇപ്പൊ ഈ ഇലക്ഷൻ എടുത്തപ്പോഴത്തേക്ക് അവന്റെ മറ്റേ കിടുങ്ങാമണിയും പൊക്കിക്കൊണ്ട്
ഈ മുസ്ലിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് ആവണക്കണയിൽ കടവറങ്ങിയവന്റെ നയം കാണിക്കുന്നില്ലേ? ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ജനസമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ നിന്നെപ്പോലുള്ള വേട്ടാവളിയന്മാർ പറയുന്ന ഈ ഗീർവാണോ ഒന്നും കേട്ടിട്ട് ഇവിടെ ആരും അതൊന്നും മുഖവരയ്ക്ക് എടുക്കാറില്ല. പക്ഷെ ഇവന്റെ ഈ ഒരു ആവേശവും ഇവന്റെ കണ്ണുരുട്ടിയുള്ള ഈ പേടിപ്പിക്കലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടല്ലോ. ഇനിയാണ് നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്ന മറുപടി നമ്മൾ കേൾക്കേണ്ടത്. ഡോണ്ട് മിസ് ഇറ്റ്. വീഡിയോ ഉണ്ടോ? കേരളത്തിൽ മുസ്ലിം ഹിന്ദു ഭിന്നിപ്പിന് വേണ്ടി ചിലർ കുഴിക്കുന്ന കുഴിയിൽ അവർ പോയി വീട് കണ്ടിട്ടുണ്ടാ? അതെ, തുപ്പൽ ജിഹാദ് 2.0 കണ്ടു നോക്ക്. ഭക്ഷണകാര്യത്തിലുമെല്ലാം അവരുടെ അജണ്ട നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. പല ഹോട്ടലുകളും കേരളത്തിൽ ഹലാൽ ഹോട്ടലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് മുല്ലാക്കമാരെ കൊണ്ട് തുപ്പിച്ച് സാധാരണക്കാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മുല്ലാക്കമാരെ കൊണ്ട് തുപ്പിക്കലാണ് പരിപാടി. കേട്ടല്ലോ നിങ്ങൾ? ഇനി ഇതേ തുപ്പിയ മുല്ലാക്കന്മാര് തുപ്പിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആരാ വരുന്നത് നോക്കിയേ. നോക്ക്. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, മരിമോനെ വീട്ടിൽ വിളിച്ചമ്മായി, അപ്പാടെ അപ്പങ്ങളോരോ തരം അറയിൽ ചൂമന്ന് വരുന്നമ്മായി, അരികലക്കി ചുട്ടപ്പം തുപ്പൽ ചേർത്ത ഇടിയപ്പം അരിമിച്ചെറുന്നെയ്യലുവ തുപ്പലും ചേർത്തിട്ട് തിന്ന് സുര തിന്നെന്നും പറഞ്ഞുകൊണ്ട് മുക്കറ്റം തീറ്റിക്കണ കാക്കാമാര്, നല്ല കാക്കാത്തിമാര്. നിങ്ങളുടെയൊക്കെ മുഖത്തിൽ ചിരി പറഞ്ഞെങ്കിലും ഒരു കാര്യം പറയാം. ഈ സുരേന്ദ്രനാണെങ്കിലും കൃഷ്ണകുമാറാണെങ്കിലും ഇവരെയൊക്കെ വ്യക്തിപരമായിട്ട് അറിയുന്ന മുസ്ലിങ്ങളോട് ചോദിക്കുക. ഇവരൊന്നും അങ്ങനെ വർഗീയവാദികളൊന്നുമല്ല. ഇവരിത് പറയുന്നത് ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇവരുടെ രാഷ്ട്രീയ ഭാവി പോലും മുസ്ലിം വിരോധത്തിലാണ്. എത്രത്തോളം മുസ്ലിം സമൂഹത്തെ കളിയാക്കുന്നു, പരിഹസിക്കുന്നുവോ, അവർക്കെതിരെ തീവ്രവാദ ആരോപണം പറയുന്നു, അത്രത്തോളമാണ് അവരുടെ രാഷ്ട്രീയ ഭാവി. അതുകൊണ്ട് പറയുന്ന ഇവരെയൊക്കെ വ്യക്തിപരമായി അറിയുന്ന ആളുകൾക്കറിയാം ഇവർക്കൊന്നും മുസ്ലിം വിരോധം ഉള്ളവരെന്നല്ല. അപ്പൊ എങ്ങനെ? അരികലക്ക് ചുട്ടപ്പം തുപ്പൽ ചേർത്ത ഇടിയപ്പം പൊരിമിച്ചെറുന്നെയ്യലുവ തുപ്പലും ചേർത്തിട്ട് തിന്ന് സുര തിന്നെന്നും പറഞ്ഞുകൊണ്ട് മുക്കറ്റം തീറ്റിക്കണ കാക്കാമാര്, നല്ല കാക്കാത്തിമാര്. എന്താ പറയല്ലേ? ഇവനെ പോലുള്ള മരവാണങ്ങൾ വന്നിട്ട് ഈ ഉള്ളിയെയും പൊക്കിക്കൊണ്ട് ഇപ്പോൾ വന്നിട്ട് നടത്തുന്ന ഈ ഒരു ഗീർവാണുണ്ടല്ലോ, നല്ല രീതിയിൽ ഇപ്പോൾ ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ഉമാർക്ക് പൈസ കിട്ടും കേട്ടോ. കാരണം ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇതുപോലത്തെ വട്ടന്മാരെയൊക്കെ വിളിച്ച് നല്ല രീതിയിൽ പൈസ കൊടുക്കും. മറ്റുള്ളവരെ കുറ്റം പറയുക, സംഘപരിവാറിനെ പൊക്കിയടിക്കുക. ഇതാണ് ഇവന്മാരുടെ തൊഴിൽ. നേരം വെളുക്കുമ്പം ഉറക്കം എണ്ണീറ്റ ഉടനെ തന്നെ ഇന്ന് ഏതെങ്കിലും മുസ്ലിമിനെ കുറിച്ചിട്ട് വലിച്ചു കീറണം എന്നുള്ള ഒരു അജണ്ടയിലാണ് ഇവന്മാരെല്ലാം എണ്ണിറ്റ് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കണ്ടത്. എന്തായാലും അൻസാരി ഉസ്താദെ, നിങ്ങളിത് ഇങ്ങനെയൊക്കെ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ സംഖ്യകൾ പോലും ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോകും. കാരണം എനിക്ക് ചിരിക്കാൻ വയ്യാന്നുള്ള. എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, അടിപൊളി വീഡിയോ ആയിരുന്നു അല്ലേ? അപ്പം ഈ ഞരമ്പ് മുറുകി കണ്ണ് പുറത്തേക്ക് തള്ളുന്ന ഈ ഒരു പ്രത്യേകതരം ജീവിയുടെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, അതിന് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ലൈക്കും കമൻറ്റും ഒക്കെ നമ്മുടെ അൻസാരി സുഹരിക്കാണ് കൊടുത്തത്. ആള് പൊളിയാണ്, വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.